സെറ്റിലക്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ടിപ്പ് 1 ടിപ്പ് 2 ആയിട്ട് നമ്മുടെ മെഷീൻ സിംഗിൾ നീഡിൽ മെഷീനകത്ത് സൗണ്ട് വരുന്നത് എങ്ങനെ കുറച്ചെടുക്കാന്നുള്ളതിന്റെ 2 ടിപ്പുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ടിപ്പ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സാധാരണ സിംഗിൾ നീഡിൽ മെഷീനുള്ള ആൾക്കാരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കാണെങ്കിലും ഡിസ്റ്റർബൻസ് ആണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വീട്ടിൽ വേറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഇങ്ങനെ നമ്മുടെ മെഷീനിൽ നിന്ന് സൗണ്ട് വരുന്നത്. അപ്പോൾ ഈ സൗണ്ടൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടിപ്പാണ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 2 ടിപ്പ് ഞാൻ ഇവിടെ ഐക്കാർട്ടിലും കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം 2 വീഡിയോ ഏതാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ടിപ്പാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ മെഷീനകത്ത് വരുന്ന സൗണ്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ ഈ 3ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മെഷീൻ ഇതേപോലെ ഒന്ന് ശരിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഈ മെയിനായിട്ട് സൗണ്ട് വരുന്നതിൻ്റെ വേറൊരു പ്രശ്നമാണ്, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഈ സൗണ്ടിൻ്റെ പ്രശ്നത്തിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷട്ടിലിൻ്റെ പോർഷൻ ആയിരിക്കും കംപ്ലയിൻറ്റ് വരിക. ഈ ഷട്ടിലിന് ഇവിടെ കംപ്ലയിൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. നമ്മൾ ഈ പുറത്തെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ത്രെഡൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എടുത്ത് കളയുമല്ലോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ പുറം ഭാഗമൊക്കെ ത്രെഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ എടുത്ത് കളയുക. ഇങ്ങനെ അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷനകത്ത് ചില ഏരിയയിൽ ത്രെഡ് കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കയറിയിരിക്കുക എന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷട്ടിൽ ആദ്യം ഒന്ന് അഴിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു വലിയ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നുണ്ട്. അതെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു സ്ക്രൂ, 2 സ്ക്രൂ അവിടെ ഈ സൈഡിലും 2 സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ ആ സ്ക്രൂ രണ്ടും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷട്ടിൽ ഇടയ്ക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാൻ പറ്റില്ല ഇതിനുള്ളിൽ ത്രെഡ് കയറിയിരിക്കുന്നുണ്ടോ പൊടി കയറിയിരിക്കുന്നു. നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്ക്ലി 1 ടൈമെങ്കിലും ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിനുള്ളിൽ നമ്മൾ എന്തായാലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊടിയോ ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും തരികളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെഷീന് നല്ല സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ത്രെഡ് ക്ലിയർ ആയിട്ട്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സമയത്ത് സ്റ്റിച്ച് കറക്റ്റായിട്ട് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ക്രൂ അഴിച്ച് മാറ്റിയെടുക്കുക. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ക്രൂ നമ്മൾ അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് സേഫായിട്ട് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ പാടായിരിക്കും, അത് പിന്നെ മേടിക്കാൻ പോകണം. അതുകൊണ്ട് നമ്മളത് സേഫായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിങ്ങനെ അഴിച്ച് നോക്കുക. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടോ, ഇത് കണ്ടോ ത്രെഡ് ഇതിവിടെ സ്റ്റക്കായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഈ വലിയ സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇതിന് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ഈ വലിയ സ്ക്രൂ നമ്മളിപ്പോൾ അഴിച്ചെടുക്കും. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷട്ടിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഇത് അഴിക്കുന്നത്, ഏത് ഭാഗത്തു നിന്നാണ് അഴിച്ചത്, ഏതൊക്കെയാണ് പൊസിഷൻസ് എന്നൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. എത്ര സാധനങ്ങളുണ്ടെന്നും ഓർത്ത് വെക്കുക. തിരിച്ച് ഇതേപടി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷട്ടിലിൻ്റെ ഇത് നമ്മൾ റിമൂവ് ചെയ്തു, ഈ സ്ക്രൂവും കൂടെ റിമൂവ് ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്ന് ഓരോരോ സ്ക്രൂവും പിന്നെ ഈ സെൻറ്ററിലുള്ള ഈ വലിയ സ്ക്രൂ ആണ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയേക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുക എങ്ങനെയാണ് കറക്റ്റായിട്ട് അഴിച്ചു മാറ്റുന്നതെന്നുള്ളത്. ഇതൊരെണ്ണം, അതേപോലെ ഇത് കണ്ടോ ഈ റിങ് പോലത്തെ, ഇതിനിടയ്ക്ക് കണ്ടോ ഇവിടെ ത്രെഡ് കയറിയിരിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഒരു റീസൺ ഈ സൗണ്ട് വരാനുള്ളത്. അപ്പോൾ ഇതേപോലെ അവിടെ ഇവിടെയും ത്രെഡ് പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എല്ലാവർക്കും ഒരേപോലെ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടല്ലോ ഇതിനിടയ്ക്കൊക്കെ ചിലപ്പം കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് ത്രെഡ്. പിന്നെ സൂചിയുടെ ചിലപ്പോൾ പൊട്ടിയ തരിയൊക്കെ ചിലപ്പോൾ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ കേസും ബോബിനും ഇടുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. കൂടുതലും ഇതിൻ്റെ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഒരു നൂല് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കളയുക. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ബോബിൻ്റെ ഈ ഒരു റിങ്, ലാസ്റ്റത്തെ ഈ റിങ് നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുന്ന ഈ ഒരു സാധനം എടുത്തു മാറ്റിയ ഈ ഗ്യാപ്പിൽ ത്രെഡ് ഒരു തരി നമുക്ക് അല്ലെങ്കിൽ ഒരു പൊടിയോ തരിയോ എന്തേലും ഇരുന്നാൽ മതി നമുക്ക് സൗണ്ട് വരാൻ. മെയിനായിട്ടുള്ളൊരു റീസൺ അതാണ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഇതേപോലെ ഞാനിപ്പോൾ ആക്കിയ പോലെ കൈ കൊണ്ട് ഒന്ന് നഖം കൊണ്ടോ വല്ലതും സെറ്റാക്കി നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ, ഈ വലുതെടുത്താൽ ചിലപ്പോൾ പറ്റുന്ന തരത്തില്ല, ചെറുതാണെങ്കിലും മതി. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പൊടികളൊക്കെ ഇങ്ങനെ പോന്നോളും. അപ്പോൾ അങ്ങനെ വല്ല നൂലോ വല്ലതും പിടിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതേപോലെ ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഒരു ഇതിരിക്കുന്നത്, ഈ സ്ക്രൂ അഴിച്ച് മാറ്റി ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് അഴിക്കാനുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ട്, അത് കറക്റ്റ് ആവുമോ ഇല്ല എന്നുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. ഇല്ലാണ്ട് തന്നെ ഇതിന് ഇടയ്ക്കൂടെ നോക്കുക. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെറിയ സൂചി കൊണ്ട്
പതുക്കെ നമുക്കിതിങ്ങോട്ട് റിമൂവ് ചെയ്ത് ആ ത്രെഡ് ഇങ്ങോട്ട് എടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ക്ലീൻ ആയോ എന്നുള്ളത് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ക്യാൻ എടുത്തിട്ട് ഇതിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ മെഷീന് വളരെ നല്ലതാണ് ഇങ്ങനെ ഒന്ന് ഓയിലിട്ട് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ ഇടയ്ക്കല്ലേ അഴിക്കുന്നുള്ളൂ. ആ അഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഓയിലിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ ഗ്യാപ്പിലോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നൂലിങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഈ ബോബിൻ്റെ ഇതിനകത്തൊക്കെ ചിലപ്പോൾ ഈ ബോബിലിടുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിനകത്തൊക്കെ കയറിയിരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ ത്രെഡ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ എടുക്കാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ത്രെഡ് കട്ടറൊക്കെ വെച്ചിട്ട് പതുക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നൂല് വരുന്ന ഒരു ഭാഗമാണ് ഈ ബോബിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ ചിലപ്പോൾ മിക്കവാറും ത്രെഡ് നല്ലപോലെ കട്ട പിടിച്ചിരിക്കാനുള്ളതും പൊടി വന്ന് അടിയാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ബോബിൻ കേസും വന്ന് ഫിക്സ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണല്ലോ ഇത്. ഇത് കണ്ടോ, ഇതിനകത്ത് കണ്ടോ ത്രെഡ്, നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഇതിങ്ങനെ വന്ന് ഇവിടെ കുടുങ്ങി ഇതേപോലെ ഇരിക്കുന്നത് കണ്ടോ, നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു തരി, ഒരു ചെറിയ തരി മതി നമുക്ക് സൗണ്ട് വരാൻ വേണ്ടിയിട്ട്, നമ്മുടെ മെഷീൻ കംപ്ലയിൻറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ്റെ സൗണ്ടൊക്കെ കുറയണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതും നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക അവിടെ വല്ല ത്രെഡും ഇനി ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ എടുത്ത് ത്രെഡൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഓയിൽ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതിനകത്ത് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്ത് അതുപോലെ തന്നെ തിരിച്ച് ഇടാനും നമുക്കറിയണം കേട്ടോ. അപ്പോൾ ഡൗട്ടുള്ളവർ നോർമൽ മെഷീനൊക്കെ ഈ ഒരു രീതിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഇത് അപ്പുറത്തെ സൈഡിലോട്ടാട്ടോ വരുന്നത് ഈ റിങ്. എന്നിട്ട് നമ്മൾ ഇത് അപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ടു. അതിനുശേഷം ഈ ഒരു റിങ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് അതും വെച്ചു, പിന്നെ ഇതും വെച്ചു. ഇനി നമുക്ക് ഈ വലിയ സ്ക്രൂ ഫിക്സ് ചെയ്താൽ മതി. വലിയ സ്ക്രൂ ഇട്ടിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മളിത് പഴയപടി ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഷട്ടിലിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ഈ ഒരു ഏരിയ, ഇവിടെ ഇതേപോലെ എന്തെങ്കിലും നൂലോ കാര്യങ്ങളോ ഒക്കെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ അഴിക്കുന്നതാണ്. അപ്പോൾ അഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഇതേപോലെ നൂലും കാര്യങ്ങളും ഇതിനിടയ്ക്കോ ഈ സ്ക്രൂവിൻ്റെ ഇടയ്ക്കോ അതേപോലെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ ഈ സാധനത്തിൻ്റെ ഈ ഉള്ളിലൊക്കെ അതായത് ഇങ്ങനെ കറങ്ങുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ ബോബിൻ വന്നിട്ട് ബോബിൻ്റെ ഈ ഇപ്പം ഷട്ടിലിടുന്ന സമയത്ത് അവിടെ വന്ന് ഫിക്സ് ആവുന്ന പോർഷനാണിത്. ഇതിൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ത്രെഡ് കയറി ഈ ഗ്യാപ്പിലൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കയറിയിരിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കണ്ടോ, ഇവിടെ കണ്ടോ നൂലിരിക്കുന്നത്, ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെ ത്രെഡ് ഇതേപോലെ ത്രെഡ് ചെറിയ തരി മതി, ആ തരി മതി നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വീക്ക്ലി വൺസൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സൗണ്ടിൻ്റെ പ്രശ്നം പകുതി മുക്കാലും നമ്മുടെ റെഡി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കാണുന്ന ചെറിയ തരിയും പൊടിയും ഒക്കെ എടുത്ത് കളയുക. ഇതിന് ശേഷം നമുക്കിവിടെ ഇപ്പം ഷട്ടിൽ ഇവിടെ ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷട്ടിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ കോയിൽ ചെയ്തിട്ട് ഓയിൽ ഉണ്ട്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുകയാണ്. ഈ ചെറിയ സ്ക്രൂവിലും ഈ ഗ്യാപ്പിലും അതേപോലെ ഇവിടെയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ ഇച്ചിരി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. നമ്മളത് കഴിഞ്ഞിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം, അതായത് ഓയിൽ ഉള്ളത് കൊണ്ട് ബോബിനിട്ടിട്ട് ഒരു വേസ്റ്റ് ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കേട്ടോ പിന്നെ മെയിൻ നല്ല ക്ലോത്തിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷട്ടിലിനകത്ത് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ച് ഷട്ടിൽ ഫിക്സ് ചെയ്യുകയാണ്. ഈ ഷട്ടിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഈ വെട്ടിനുള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണം. ഒരുപാട് മുകളിലോട്ട് ഉയർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അകത്തെ നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് മാത്രം ഇങ്ങനെ അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇങ്ങനെ കറക്കി ഇത് കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് ഇരിക്കുന്ന പോലെ വെച്ചിട്ട് കണ്ടോ, വീലും ഒപ്പം തന്നെ കറക്കിയാലാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, കണ്ടോ ഈസി ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സ്ക്രൂ ഇട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്നുള്ള ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കാൻ പോവാണ്.
അതേപോലെ ഈ സ്ക്രൂ ഇവിടെ ഇട്ട് കൊടുത്തു. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ജസ്റ്റ് ഒന്ന് കറക്കിയ ശേഷം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്, നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല, എന്നാൽ ലൂസാക്കിയും വെക്കാൻ പാടില്ല. അത് തന്നെ സൗണ്ടിന് കാരണമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈറ്റ് ആക്കി അത് നമുക്ക് പിന്നീട് റിമൂവ് ചെയ്യാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുക, ഒന്ന് സിമ്പിളായിട്ട് ലൂസാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ടൈറ്റാണ് എന്നാൽ ടൈറ്റ് അല്ല, ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിത് ഇവിടുന്ന് റിമൂവ് ചെയ്ത ഈ ഫേസ് പ്ലേറ്റ്, അപ്പോൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത ഈ നീഡിൽ ബാറിൻ്റെ ഇവിടെയുള്ള ഈ ഒരു ബാർ നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി വെച്ചു. അതിനുശേഷം മെഷീൻ പഴയപടി തന്നെ താഴേക്ക് താത്തി വെച്ചു. അപ്പം നമുക്ക് മെഷീൻ്റെ സൗണ്ട് കുറഞ്ഞൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മെഷീൻ പഴയപടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ഈ ആദ്യത്തെ ടിപ്പും രണ്ടാമത്തെ ടിപ്പും മൂന്നാമത്തെ ടിപ്പും കൂടെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ മെഷീന്റെ സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് കടപട കടപട കടപടാണ് സൗണ്ട് ആക്കിക്കുന്നത്. അങ്ങനെ ഒരു സൗണ്ട് ആയിരുന്നു മെഷീനിൽ കേട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത്രയും സൗണ്ട്, നിങ്ങളുടെ മെഷീന് സാധാരണ സൗണ്ടിനെക്കാട്ടും ഓവറായിട്ടുള്ള സൗണ്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഓരോ റീസൺസും നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ടിപ്പ് 1, ടിപ്പ് 2, ടിപ്പ് 3 അപ്പോൾ 3 ടിപ്പുകളാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ 3 ടിപ്പ് നിങ്ങൾ കണ്ടിട്ട് ഇത് നിങ്ങളുടെ മെഷീനകത്ത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെഷീൻ്റെ സൗണ്ട് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. അപ്പം ഞാൻ മെഷീൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന സൗണ്ടും ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൗണ്ട് നമ്മുടെ കുറഞ്ഞു, അതായത് നമ്മുടെ മെഷീൻ്റെ സൗണ്ട് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഷട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ മൂന്നാമത്തെ ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മെഷീൻ്റെ സൗണ്ട് ഒരുവിധം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും സൗണ്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.